കരമന അഖിൽ കൊലപാതക കേസിലെ പ്രതികളെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എ.വി. ജയശങ്കർ ഒരുങ്ങി ചെയ്തു. ജയശങ്കർ, അവിടെ എത്തിയ പ്രതികളോട് നാട്ടുകാർ കുറച്ച് വൈകാരികമായി പെരുമാറിയെന്ന് തോന്നുന്നു അല്ലേ? ആഷ്മി, അല്പസമയം മുമ്പാണ് ഈ കരമന അഖിൽ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ പോലീസ് സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയത്. ഈ വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ അഖിലിനെ ഈ സംഘം കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ വീടിന് മുമ്പിലേക്ക് പോലീസ് പ്രതികളുമായി എത്തിയൊരു ഘട്ടത്തിൽ ഈ നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത്. വലിയ തോതിൽ പ്രതികൾക്ക് നേരെ ഒരു പ്രതിഷേധം ഇവർ രേഖപ്പെടുത്തി. പ്രതികൾക്ക് നേരെ തെറി ഉൾപ്പെടെ ഈ ബന്ധുക്കളും നാട്ടുകാരും വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് വളരെ പണിപ്പെട്ടാണ് ഈ ആളുകളെയും മറ്റും നിയന്ത്രിച്ചത്. വലിയൊരു പോലീസ് കൊണ്ടായിരുന്നു പോലീസ് അങ്ങോട്ട് എത്തിയത്. കാരണം ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ സാധ്യത നേരത്തെ കണ്ടിരുന്നു. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. പോലീസ് നിലവിൽ ഈ പ്രതികളുമായി സംഭവ സ്ഥലത്ത് നിന്ന് തിരിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ മറ്റ് അന്വേഷണങ്ങൾ, ശാസ്ത്രീയ തെളിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. എന്തായാലും പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റു തരത്തിൽ എന്തെങ്കിലും കാരണമുണ്ടോ, മറ്റു വിഷയങ്ങളുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. എന്തായാലും അഖിൽ വധക്കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. എന്തായാലും ഈ കേസ് പിന്നാലെയാണ് പോലീസ് ഗുണ്ടാവിളയാട്ടത്തിനെതിരെ കർശന നടപടിയുമായി തിരുവനന്തപുരത്ത് രംഗത്തെത്തിയത്. പോലീസ് വലിയ തോതിൽ ഗുണ്ടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ജില്ലയുടെ പല ഭാഗത്തും ഇതിന്റെ ഭാഗമായി പരിശോധനകളും മറ്റും നടന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് പോലീസ് അത്രത്തോളം അതിക്രൂരമായ രീതിയിലായിരുന്നു കൊലപാതകം. നാട്ടുകാർ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.